കോവിഡ് കാലമാണ്. ഞാൻ കിടന്നത് പരിയാരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. അന്നും പിണറായിയുടെ സ്നേഹപൂർണമായ ഇടപെടലുകൾ. അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. നിത്യവും ഡോക്ടർമാരെ കുറിച്ച് അന്വേഷിക്കും, എന്തായി, എങ്ങനെയുണ്ട്, എന്തൊക്കെ ചികിത്സയാണ് നിങ്ങൾ ചെയ്യുന്നത്. കോവിഡിനും എന്നെ ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല. അവിടെയും തീർന്നില്ല. കഷ്ടിച്ച് ഒരു കൊല്ലം മുമ്പേ ഒരു വിഷമവുമില്ലാതെ ഞാൻ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുടെ റേഡിയോ സർവീസിന് വേണ്ടി ഒരു കഥ റെക്കോർഡ് ചെയ്ത് കൊണ്ടിരുന്നപ്പോൾ അത് പകുതിയായപ്പോൾ എനിക്ക് ശബ്ദം കിട്ടാതെയായി. എത്ര ശ്രമിച്ചിട്ടും ശബ്ദം വരുന്നില്ല. വിയർത്തു, ശരീരം മുഴുവൻ വിയർത്തു. ആരോടും ഒന്നും സംസാരിക്കുവാൻ കഴിയുന്നില്ല. മാരകമായ ഒരു സ്ട്രോക്കിൻ്റെ തുടക്കമായിരുന്നു അത്. അപ്പോൾ തന്നെ എൻ്റെ സഹായിയും ആത്മസുഹൃത്തുമായ രാമചന്ദ്രൻ ക്ലിഫ് ഹൗസിലേക്ക് ആദ്യം തന്നെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഉടനെ അവിടെ നിന്ന് ശ്രീ ഡോക്ടർ ആസാദ് മൂപ്പൻ്റെ ആശുപത്രിയിലേക്ക് പോകുവാനുള്ള നിർദ്ദേശം വന്നു. എന്നെ ചികിത്സിക്കേണ്ട ന്യൂറോളജിസ്റ്റാണ് സ്ട്രോക്ക് വന്ന വ്യക്തികളെ, രോഗികൾ ചികിത്സിക്കേണ്ടത്. അദ്ദേഹത്തോട് പിണറായി നേരിട്ട് വിളിച്ചു പറഞ്ഞതുകൊണ്ട് അദ്ദേഹവും കൂട്ടരും ആശുപത്രിയുടെ കവാടത്തിൽ തന്നെ എൻ്റെ വരവും പ്രതീക്ഷിച്ച് അവിടെ കാത്തു നിന്നിരുന്നു. 5-10 ദിവസം ഏതൊരു വ്യക്തിക്കും ഏതു കോടീശ്വരനും കിട്ടാവുന്ന ഏറ്റവും മികച്ച പരിചരണം എനിക്ക് ലഭിക്കുകയുണ്ടായി. അങ്ങനെ സ്ട്രോക്കിൽ നിന്നും ഞാൻ മുക്തനായി. വല്ലാത്ത ക്ഷീണം കാണുന്നു, വല്ലാത്ത. സത്യത്തിൽ എനിക്ക് ക്ഷീണമൊന്നും അനുഭവപ്പെട്ടിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയും പറഞ്ഞു, ശരിയാണ്, വലിയ ക്ഷീണം തോന്നുന്നുണ്ടല്ലോ. പിണറായി പറഞ്ഞു, നിങ്ങൾ മദ്രാസിലെ അപ്പോലോ ഹോസ്പിറ്റലിലേക്ക് പോകണം. അവിടെ പോകേണ്ട ചിലവ് മാത്രമേ നിങ്ങൾ കയ്യിൽ നിന്ന് എടുക്കേണ്ടൂ, ബാക്കിയൊക്കെ ആശുപത്രി നോക്കിക്കോളും. പിണറായി പറഞ്ഞിട്ട് ആശുപത്രിയിൽ നിന്ന് ആൾക്കാരും വന്നിരുന്നു. ഞാൻ ആശുപത്രിക്കാരുടെ കൂടെയാണ് പോയത്. ഒടുവിൽ ഈ ടെസ്റ്റിൻ്റെ ഫലം വാങ്ങി അവിടെ നിന്ന് മടങ്ങി. അപ്പോഴാണ് അറിഞ്ഞത് ആ ഡോക്ടർ ചൊക്ലിക്കാരനാണ്, ആ ഡോക്ടർ പിണറായിയുടെ നാട്ടുകാരനാണ് എന്ന് അപ്പോഴാണ് അറിയുന്നത്. ഞാൻ അദ്ദേഹത്തിന് ഒടുവിലത്തെ ദിവസം പോയി എനിക്കറിയാവുന്ന ഇംഗ്ലീഷിൽ ഗണഗുണ എന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ശുദ്ധ വടക്കൻ മലയാളത്തിലാണ് എന്നോട് സംസാരിച്ചത്. അപ്പോഴാണ് അദ്ദേഹം ചൊക്ലിക്കാരനും പിണറായിയുടെ അടുത്ത സുഹൃത്തുമാണ് എന്ന് തോന്നിയത്. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ ധാരാളമുണ്ട്. ഞാൻ അതൊന്നും പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. എന്നോടുള്ള ഒരു കടമ
എന്നോടുള്ള സത്യസന്ധത അത് നിറവേറ്റാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇത്രയും. ഇനി ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് പറയാം. എൻ്റെ സമ്മതിദാനം, വോട്ടവകാശം ഇവിടെയല്ല. ഞാൻ കണ്ണൂരാണ്. കണ്ണൂർ അഴീക്കോട് മണ്ഡലത്തിൽ. എനിക്ക് ഇവിടെയാണ് സമ്മതിദാനമെങ്കിൽ അത് തീർച്ചയായും ശ്രീ പിണറായി വിജയനായിരിക്കും എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി.